വയനാട് പച്ചിലക്കാട് കടുവ സാന്നിധ്യം പനമരം കണിയാമ്പറ്റ പഞ്ചായത്ത് അതിർത്തിയിലുള്ള പാടിക്കം വയലിലാണ് കടുവയെ കണ്ടത്. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കടുവയാണ്. അപ്പോൾ കണ്ട ആളുടെ ആ ഒരു ഇത് വെച്ച് ആ പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ വെച്ച് അത് മാത്രമല്ല നമ്മുടെ കൽപ്പറ്റയിൽ നിന്നുള്ള റേഞ്ചർ വന്നിട്ട് ഏകദേശം പുള്ളി ഒരു 80% അതിൻ്റെ ഫുട് പ്രിൻറ്റ് നോക്കിയിട്ട് കടുവയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നോക്കിയപ്പോൾ ഒച്ചുണ്ടാക്കിയപ്പോൾ തിരിഞ്ഞാൽ ഞാൻ നോക്കി ഇപ്പോൾ കടുവ തന്നെ മനസ്സിലായി. അത് നോക്കിയിട്ട് വലിയ ഒച്ചുണ്ടാക്കിയപ്പോൾ എന്തായി അത് ഓടി അക്കരെ കുന്നിൽ കയറി. നല്ല പേടിയുണ്ട്. ആ പേടിച്ച് ഓടാൻ നോക്കിയതാ എന്നിട്ട് ഒച്ചുണ്ടാക്കി. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ അവിടെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആളുകളും കടുത്ത ഭീതിയിലും ആശങ്കയിലുമൊക്കെയാണല്ലോ. സ്വാഭാവികമായും ക്രിസ്റ്റീന, ഞാൻ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ഇതാണ് പടിക്കംവയൽ എന്ന് പറയുന്ന പ്രദേശം. പച്ചിലക്കാടിനടുത്തുള്ള പ്രദേശമാണിത്. പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഒരു മേഖലയാണിത്. ഇവിടെയാണ് ഇപ്പോൾ കാണുന്ന ഈ തോട്ടത്തിനകത്ത് കടുവയുടെ സാന്നിധ്യം കണ്ടത്. ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതായത് ഇവിടെ തൊട്ടടുത്തുള്ള ഉന്നതിയിലുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹമാണ് ഇതിനെ കണ്ടത്. ആദ്യം പശുവാണെന്ന് വിചാരിച്ചു, പിന്നീട് സൂക്ഷ്മമായി നോക്കിയപ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ മഞ്ഞ നിറത്തിൽ കറുപ്പ് വരകളുള്ള കടുവ തന്നെ എന്ന് ബോധ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഇദ്ദേഹം ബഹളം വെച്ചപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ബഹളം വെച്ചതോടുകൂടി ഇത് ഓടി കുന്നിന് മുകളിലേക്ക് കയറി എന്നുള്ളതാണ് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പഗ്മാർക്ക് പരിശോധിച്ചു. പഗ്മാർക്കിൽ അത് കടുവ തന്നെ എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രജനന കാലം കൂടിയാണ് കടുവകളുടെ. നേരത്തെ ഈ സമാനമായ രീതിയിൽ പ്രജീഷിന്റെ ഒക്കെ ഒരു അനുഭവം നമുക്കറിയാം, വാഗേരിയിൽ. ഒപ്പം തന്നെ ഈ പഞ്ചാരക്കൊലിയിൽ രാധയുടെ അനുഭവം അറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ജനവാസ മേഖലയിലടക്കം ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്തായാലും വലിയ അളവിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് വനമേഖലയൊന്നും തൊട്ടടുത്തില്ല. ഇവിടെ തോട്ടം ആയി ബന്ധപ്പെട്ട സ്ഥലമാണ്. ധാരാളം വാഴത്തോട്ടങ്ങൾ, അതോടൊപ്പം തന്നെ കാപ്പിത്തോട്ടങ്ങൾ, കമുകിൻ തോപ്പുകൾ, ഇതൊക്കെയുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഡ്രോൺ പരിശോധന അടക്കം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്താണ് ഒരു സ്ഥിതി ഇവിടുത്തെ ആളുകളുടെ? തീർച്ചയായും ജനങ്ങളൊക്കെ ഭീതിയിലാണ്. കാരണം ഫോറസ്റ്റ് പ്രദേശമൊന്നും അടുത്തൊന്നും ഇല്ലാത്ത ഈ പ്രദേശത്ത് കടുവ ഇറങ്ങി എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോറസ്റ്റുകാർ വന്നു, അതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ കടുവയാണെന്ന് അവർ സ്ഥിരീകരിച്ചു. ഇപ്പോൾ RRT ടീം വന്നിരുന്നു. അതോടൊപ്പം തന്നെ 2 ഫോറസ്റ്റ് ഡിവിഷനിലെ ഏരിയ ആണിത്. പനമരം കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയാണിത്. അപ്പോൾ സ്വാഭാവികമായും അവർ ഡ്രോൺ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ്. നേരത്തെ ഈ കടുവ ഇറങ്ങിയ അനുഭവം ഉണ്ടോ അവിടെ? നേരത്തെ കണിയാമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ ആ ഭാഗങ്ങളിൽ കടുവ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ പൂച്ചപ്പുലിയായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ രാവിലെയാണ് ഇത് കണ്ടത്. 9 മണിക്ക് ശേഷമാണ് കണ്ടത് ജനങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവണം. അതിനുവേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുവെക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ്. കടുവയെ പിടിച്ച് കൂട്ടിലടച്ച് വനമേഖലയിലേക്ക് വിട്ടയക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. 2 സാധ്യതകളാണ് ക്രിസ്റ്റീന ഉള്ളത്. ഒന്നുകിൽ ഒരുപക്ഷെ അതൊരു പാസിംഗ് മേഖലയാകാം. പക്ഷേ നേരത്തെ ഒന്നും ഇവിടെ ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ തോട്ടങ്ങളുള്ളത് കൊണ്ട് തന്നെ ധാരാളം തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ഏർപ്പെടുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. കാരണം തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ആക്രമിക്കാനുള്ള സാധ്യത അടക്കം തള്ളിക്കളയാൻ കഴിയുകയില്ല. അതാണ് വലിയ രീതിയിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ചുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പണിയെടുക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഈ മേഖലയിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അത് ജീപ്പ് പോലീസും. വയനാട്ടിൽ കടുവ ഇറങ്ങിയ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.